ഹായ് ഓൾ, ഇന്ന് എൻ്റെ കിച്ചണിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അറബിക് റൈസാണ്, അതായത് ബുഹാരി റൈസ്. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയില്ല, അത്രയും സാധനങ്ങളും ആവശ്യമില്ല. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കണം. ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാം. പിന്നെ വേണ്ടത് 3 തക്കാളിയാണ്. ഈ തക്കാളി നല്ലപോലെ മിക്സിയിൽ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഇത് മാറ്റി വെക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലിവ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് സ്പൈസസ് എല്ലാം ചേർക്കാം. 2 ഏലക്കായ, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകവും ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞെടുത്തതാണ്, ഇത് കൂടെ ചേർക്കാം. നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതി. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് ഈ എണ്ണയിൽ കിടന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരണം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് പൊടിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ വീതം പെപ്പർ പൗഡർ, ഗ്രാമ്പു പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, കറുകപ്പട്ട പൊടിച്ചത് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു ഡ്രൈ ലെമൺ ചേർക്കാം. അതിനോട് കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർക്കണം. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അരി എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നാലേ ചിക്കനിൽ ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും. ചിക്കൻ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ ഈ സ്റ്റോക്കിൽ നിന്നും എടുത്തു മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒരു പാനിലോ അല്ലെങ്കിൽ ഓവനിലോ ഗ്രിൽ ചെയ്തെടുക്കാം. പാനിലാണെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. 2 സൈഡും ഒന്ന് ചെറുതായി മൊരിയിച്ചെടുത്താൽ മാത്രം മതി. നേരത്തെ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇടാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ സാലഡ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1-2 ഇതള് മല്ലിയില, 1 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. റൈസിൻ്റെ മുകളിൽ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായി പാനിലിട്ട് ഗ്രിൽ ചെയ്തത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത മുന്തിരി കൂടി ചേർക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.